ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി റെസിപ്പി മാഗി ഉണ്ടാക്കി നോക്കിയാലോ. ഇതിലേക്ക് ആദ്യം വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഞാൻ ഇവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പാത്രം ചൂടായി അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ 2 കോഴിമുട്ട നന്നായിട്ട് വറവിട്ടെടുക്കണം. ഇങ്ങനെ ഇതേ രൂപത്തിൽ നന്നായി വറവിട്ടെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാൾട്ടും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം അതേ പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായി ഇളക്കി മാറ്റുക. കുറച്ച് സാൾട്ടും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. വഴറ്റിയതിന് ശേഷം ഒരു തക്കാളി എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 4 പീസ് മാഗിയാണ് ഉള്ളത്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ശേഷം അതിലേക്ക് ഞാൻ ആ മാഗി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറഞ്ഞ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. പാകമായ വേവായതിനു ശേഷം ഞാൻ ഇതിൻ്റെ കൂടെയുള്ള 3 മസാലപ്പൊടിയുടെ പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ 1 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല പാകമായ വേവായതിനു ശേഷം ഞാൻ നേരത്തെ ഒരു പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുക. ഫൈനലി നമ്മുടെ മാഗി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.